2 മാസത്തെ ബ്രേക്കിന് ശേഷം ഈ ഇന്ദുചൂടി വീണ്ടും അടുക്കളയിലൂടെ തിരിച്ചെത്തിയിരിക്കുന്നു. എന്ത് ബോർ ഡയലോഗല്ലേ, എനിക്കെന്നെ സഹിച്ചില്ല. രാജകീയ കാലൊക്കെ കഴിഞ്ഞു. അമ്മയും അച്ഛനും ഒരാഴ്ചയിൽ നാട്ടിലേക്ക് തിരിച്ചു പോയി. എന്നാ പിന്നെ ഒറ്റയടിക്ക് മുഴുവൻ അങ്ങോട്ട് കയറാതെ മെല്ലെ മെല്ലെ കയറി ഈ ഒരു റിയാലിറ്റി അങ്ങോട്ട് ഉൾക്കൊള്ളാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം എന്റെ വകയാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ക്രീമി സാമൺ, ജീര റൈസ്, വെജിറ്റബിൾ സാലഡ്, പിന്നെ കുറച്ച് യോഗട്ടും. എങ്ങനെയുണ്ട് നമ്മുടെ മെനു? പൊളിയല്ലേ? ആദ്യം സിമ്പിളായി കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് ബട്ടറിൽ നമുക്ക് സാമൺ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പുറത്ത് നല്ല മഴയാട്ടോ. ഈ മഴയത്ത് നല്ല ചൂട് ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക ഫീൽ അല്ലേ? സത്യം പറഞ്ഞ അമ്മ വന്നിട്ട് ഇന്നാണ് ഞാനൊരു ഫുൾ കോഴ്സ് മീല് കുക്ക് ചെയ്യാൻ കിച്ചണിൽ കയറുന്നത്. അതിന്റെ ഒരു ഞെട്ടലാണ് കേട്ടോ അമ്മയുടെ മുഖത്ത്. ഇനി സാമൺ ഒന്ന് ഇവിടെ കിടന്ന് ഫ്രൈ ആയി വരുമ്പോക്ക് നമുക്ക് കുറച്ച് ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി എടുത്ത് തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കാം. ഇനി കുഞ്ഞൻ തക്കാളി ഒന്ന് കഴുകി വൃത്തിയാക്കി നടു മുറിച്ച് വെക്കാം. അയ്യവ, ഓൺ ടൈം സാമൺ റെഡി ആയല്ലോ. ഇനി സിമ്പിൾ, മീനെടുത്ത് മാറ്റി സെയിം ബട്ടറിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും കുഞ്ഞൻ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ്. അതെങ്ങനെ ഉണ്ടാവും ഒരു സൗണ്ട് എഫക്ട്? ഇനി കുക്കിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ സോസ് റെഡി. ഒരു 2-3 ക്യൂബ്സ് ചീരയും കൂടെ ആഡ് ചെയ്യാല്. ഇനി ഷാലോ ഫ്രൈ ചെയ്ത സാമണും കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ ക്രീമി സാമൺ ഇവിടെ റെഡി. വാവ് കാരണം എനിക്കെന്നെ ചടച്ചു. അമ്മ എന്തിനാണ് ഈ 5 മിനിറ്റ് ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നത്? വിശ്വാസം തീരെ ഇല്ല തോന്നുന്നു. ഇതിലൊന്നും നമ്മൾ തളരില്ല. അതന്നെ, തളരില്ല. അപ്പൊ ജീര റൈസ് ഇവിടെ റെഡി. ഇനി കക്കരിക്കയും ക്യാരറ്റും ചെറിയ ടൊമാറ്റോസും വെച്ച് ഒരു ചെറിയ വെജിറ്റബിൾ സാലഡ്. ആർഭാടത്തിനും ടേസ്റ്റിനും വേണ്ടി കുറച്ച് ലെമൺ ജ്യൂസും ഒലിവ് ഓയിലും പെപ്പറും സോൾട്ടും കൂടെ ആഡ് ചെയ്യാം. പ്രസന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കുറച്ച് ആർഭാടത്തിൽ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വിളമ്പിയാൽ എന്തോ ഒരു സംഭവമാണ് കഴിക്കുന്നവർക്കും തോന്നും. ചോറ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ വിളമ്പാനേ ഇന്നും നമ്മുടെ കയ്യിൽ ഈ പുട്ടുകുറ്റി തന്നെ ഉള്ളൂ. ഇനി സാമണിൽ അവസാനമായി കുറച്ച് ദില്ലും കൂടെ ഒന്ന് മുറിച്ചിടാം. ഹൈവാ, എന്തൊരു കളർഫുൾ ആണ് ആ പ്ലേറ്റ് നോക്കിക്ക്. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ക്രീമും ഉണ്ട്, ധാരാളം. ഇന്നത്തെ ഹൈലൈറ്റ് നമ്മുടെ ക്രീമി സാമൺ ആയിരുന്നു. എല്ലാവർക്കും ലഞ്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. യുവി ഉറങ്ങിയ സ്ഥിതിക്ക് ഇനി ഞാനും പോയി ഒന്ന് കഴിക്കട്ടെ.